നമസ്കാരം. ജയം ടോക്സിലേക്ക് സ്വാഗതം. ചിരിയൻകൊണ്ടത്ത് ജോസഫ് റോയ് എന്ന CJ റോയ് ഇന്ത്യ കണ്ട പ്രമുഖ വ്യവസായികളിലൊന്നായ വാണിജ്യ പ്രമുഖനായ CJ റോയ് സ്വയം വെടിവെച്ച് മരിച്ചിട്ട് ഇന്ന് 4 ദിവസം. ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ ആത്മഹത്യയുടെ കാരണം ഒരു ദുരൂഹതയിൽ പൊതിഞ്ഞു നിൽക്കുകയാണ്. എന്തിനാണ് CJ റോയ് ആത്മഹത്യ ചെയ്തത്? ആരാണ് CJ റോയ്? 10,000 കോടിയിലേറെ രൂപയുടെ ആസ്തിയുള്ള വ്യാപാരി അല്ലെങ്കിൽ ബിൽഡർ. ഇന്ത്യയിലും വിദേശത്തും ഫ്ലാറ്റ് സമുച്ചയങ്ങൾ നിർമ്മിച്ചയാൾ. വിദേശത്ത് കോടിക്കണക്കിന് രൂപ വിലയുള്ള രമ്യഹർമ്മങ്ങൾ സ്വന്തമായുള്ള വ്യക്തി. ടോയ് കാറുകൾ കളിക്കുന്നത് പോലെ റോൾസ് റോയ്സും ലംബോർഗിനിയുമൊക്കെ കയ്യിലിട്ട് അമ്മാനമാടിയ വ്യക്തി. ഇങ്ങനെയുള്ള ഒരു വ്യവസായ പ്രമുഖൻ എന്തിനാണ് ആത്മഹത്യ ചെയ്തത്? അദ്ദേഹം എല്ലാ തരത്തിലും വാർത്തകൾ നിറഞ്ഞു നിന്നൊരു വ്യക്തിയാണ്. അദ്ദേഹം സിനിമാ നിർമ്മാതാവായിരുന്നു. അദ്ദേഹം TV ഷോകളുടെ സ്പോൺസറായിരുന്നു. അദ്ദേഹം എല്ലാവർക്കും ഇഷ്ടപ്പെട്ട പുതിയ വ്യവസായ സംരംഭകർക്ക് ഒരു നല്ല മോട്ടിവേറ്ററായ ആയിരക്കണക്കിന് 10,000 ഫോളോവേഴ്സുള്ള സോഷ്യൽ മീഡിയയിൽ ഫോളോവേഴ്സുള്ള ഒരു വ്യക്തിയായിരുന്നു. അതേസമയം തന്നെ വിമാനത്തിൽ യാത്ര ചെയ്യുമ്പോൾ പൈലറ്റ് വിമാനം തകരാൻ പോകുന്നു എന്ന് കേട്ടാൽ ഞാൻ എഴുന്നേറ്റ് നിന്ന് നൃത്തം ചെയ്യുമെന്ന് പറഞ്ഞ് എല്ലാവരെയും അത്ഭുതപ്പെടുത്തിയ ഒരു ഫ്ലാംബോയിൻ്റ് ആയിട്ടുള്ള വ്യക്തിയുമായിരുന്നു. ഇപ്പോൾ ഇതാ ഒരു മറുവശം കൂടി കേൾക്കുന്നു. ഒന്നുമില്ലായ്മയിൽ നിന്ന് വളർന്നു വന്ന ഒരു ധനാഢ്യൻ, വളരെ അധികം അറിയപ്പെട്ടിരുന്ന ക്രിസ്റ്റൽ ഗ്രൂപ്പ് എന്ന് പറയുന്ന ബിൽഡർ അല്ലെങ്കിൽ ക്രിസ്റ്റൽ ഗ്രൂപ്പ് എന്നറിയപ്പെടുന്ന ഒരു വലിയൊരു സ്ഥാപനത്തിൻ്റെ ഉടമസ്ഥരെ സാമ്പത്തികമായി തകർത്തുകൊണ്ട് കോൺഫിഡൻ്റ് എന്ന ഗ്രൂപ്പ് ഉണ്ടാക്കിയ വ്യക്തി. ഗൾഫിലുള്ള തൻ്റെ ആർഭാട ഭവനത്തിന് വേണ്ടി ഇൻറ്റീരിയർ ചെയ്ത ഒരു വ്യക്തിയുടെ മുഴുവൻ കാശ് പോലും കൊടുക്കാതെ പറ്റിച്ചു കളഞ്ഞൊരു മനുഷ്യൻ. അതോടൊപ്പം ഒട്ടേറെ രാഷ്ട്രീയക്കാർക്ക് അടുപ്പമുള്ള വ്യക്തി. രാഷ്ട്രീയക്കാരുടെ പലരുടെയും പണം, പ്രത്യേകിച്ച് ബ്ലാക്ക് മണി വെളുപ്പിച്ചു കൊടുത്ത വ്യക്തി. ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ വേറെയും കേൾക്കുന്നുണ്ട്. ഇപ്പോഴും CJ റോയ് ഒരു പിടികിട്ടാത്ത വ്യക്തിത്വമായി നിലനിൽക്കുകയാണ്. CJ റോയ് എന്തിനാണ് ആത്മഹത്യ ചെയ്തത്? CJ റോയ് മാത്രമല്ല ഇൻകം ടാക്സുകാരുടെ റെയ്ഡിന് വിധേയനായിട്ടുള്ള വ്യക്തി. CJ റോയിയെ മാത്രമല്ല ഇൻകം ടാക്സുകാർ ചോദ്യങ്ങൾ കൊണ്ട് സമ്മർദ്ദത്തിലാക്കിയ വ്യക്തി. സാധാരണത്തിൽ ഇൻകം ടാക്സുകാർക്ക് ഒരു റെയ്ഡ് നടത്തിയാൽ ആരെയും അറസ്റ്റ് ചെയ്യാൻ അധികാരമില്ല. കണക്കിൽപ്പെടാത്ത പണം കണ്ടെത്തിയാൽ അവർക്ക് കേസെടുക്കാം, ആ പണം ഈടാക്കാൻ വേണ്ടിയുള്ള നടപടികൾ എടുക്കാം. അതിൽ തർക്കമുണ്ടെങ്കിൽ അതിനെ കോടതിയിൽ നേരിടാം. നിശ്ചിതമായ തുക കെട്ടിവെച്ചുകൊണ്ട് കോടതിയിൽ കേസ് കൊടുക്കാം. അവസാനം കോടതി വിധിയുടെ അനുസരിച്ച് നിശ്ചിത തുക കെട്ടിവെച്ചാൽ മതി. ആയിരക്കണക്കിന് കോടി സ്വത്തുള്ള ഒരു വ്യക്തി ഇൻകം ടാക്സുകാരെ എന്തിനാണ് പേടിക്കുന്നത്? കണക്കിൽ കവിഞ്ഞ സ്വത്തുണ്ടെങ്കിൽ തന്നെ സ്വന്തം ജീവിതം കൊടുക്കാനും വേണ്ടി ഇത്രമാത്രം എന്താണ് അദ്ദേഹത്തിന് പേടിക്കാനുള്ളത്? ഈ ചോദ്യമൊക്കെ ഇപ്പോഴും ഉത്തരം കിട്ടാതെ അവശേഷിക്കുകയാണ്. റോയ് ആത്മഹത്യ ചെയ്തത് നമ്മൾ ഇതുവരെ കേട്ട വിവരമനുസരിച്ച് ഇൻകം ടാക്സ് റെയ്ഡ് നടക്കുന്നതിനിടയ്ക്ക് പെട്ടെന്ന് തൻ്റെ മുറിയിലേക്ക് പോയി കതകടച്ച് സൈലൻസറുള്ള തോക്കെടുത്ത് വെടിവെച്ചു എന്നാണ്. മനസ്സിലാകാത്തൊരു സംഗതി, ഒരു വ്യവസായ പ്രമുഖൻ എന്തിനാണ് സൈലൻസറുള്ള തോക്ക് വയ്ക്കുന്നത്? സാധാരണത്തിൽ സൈലൻസറുള്ള തോക്ക് സൂക്ഷിക്കുന്നത് വളരെ തീവ്രവാദികളോ അല്ലെങ്കിൽ ക്രിമിനലുകളോ അങ്ങനെ പെട്ടെന്ന് പിടിയിൽപ്പെട്ടാൽ ആത്മഹത്യ ചെയ്ത് രക്ഷപ്പെടാൻ ഉദ്ദേശിക്കുന്ന ആളുകളാണ്. സ്വയം രക്ഷയ്ക്ക് വേണ്ടി തോക്ക് ഉപയോഗിക്കുന്നവരൊരിക്കലും സൈലൻസറുള്ള തോക്ക് വയ്ക്കാറില്ല. അപ്പോൾ എന്തിനാണ് സൈലൻസറുള്ള തോക്ക് കയ്യിൽ വെച്ചത് എന്നുള്ളത് ചോദ്യത്തിന് ഇപ്പോഴും ഉത്തരവില്ല. തിരുവനന്തപുരത്തുള്ളവർക്കറിയാം, ഇവിടെ കഴക്കൂട്ടത്ത് ക്രിസ്റ്റൽ ഗ്രൂപ്പിൻ്റെ ഒരു ഫ്ലാറ്റ് 2000 ആണ്ടിൻ്റെ തുടക്കത്തിൽ
ഏകദേശം 2003-2004 കാലഘട്ടത്തിൽ ആരംഭിച്ചു. ഇന്നത് ഒരു 4-5 ബ്ലോക്കുകളുള്ള ഒരു വലിയ സമുച്ചയമായിട്ട് അവിടെ നിൽപ്പുണ്ട്. പക്ഷേ ഈ നിർമ്മാണം 2007-2008 സമയത്ത് തകർന്ന് തരിപ്പണമായിരുന്നു. അവരെ പണി പൂർത്തിയാക്കിയെന്ന് തെറ്റിദ്ധരിപ്പിച്ച് ആളുകളുടെ കയ്യിൽ നിന്ന് മുഴുവൻ പണവും വാങ്ങി. പിന്നീട് അവിടെ താമസിക്കാൻ നിന്നവർക്ക് മനസ്സിലായി അവിടെ വൈദ്യുതിയില്ല, വെള്ളമില്ല, പലതരത്തിലുള്ള സീവറേജ് കണക്ഷനില്ല, ഡ്രെയിനേജ് ഇല്ല. ഇങ്ങനെയുള്ളതെല്ലാം തിരിച്ചറിഞ്ഞ് അവസാനം അതായത് ഓരോരുത്തരും നമുക്കറിയാം ഓരോ വീടുകൾ ഓരോരുത്തർ വാങ്ങുന്നത് അവരുടെ ജീവിതകാലം മുഴുവൻ സമ്പാദ്യം ഉപയോഗിച്ചിട്ടാണ്. ഞാൻ മനോരമയിൽ ജോലി ചെയ്യുന്ന കാലത്ത് അവിടെ നിക്ഷേപകരായി വന്നിരുന്ന അവിടുത്തെ ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്, ക്രിസ്റ്റൽ ഗ്രൂപ്പിൻ്റെ ഓനിക്സ് DE ഗ്രൂപ്പ് ബിൽഡിങ്ങുകളുടെ ക്ലയൻസ് ആയിരുന്ന ആളുകൾ അവരുടെ പണം മുഴുവൻ അതിന് നിക്ഷേപിച്ചിട്ട് അവസാനം വീട് പോലും ഇല്ലാതെ പൂർത്തിയാക്കാത്ത വീടിൻ്റെ മുന്നിൽ വളരെയേറെ വേദനിച്ച് നിൽക്കുന്ന ആ ക്ലയൻസിനെ ഞാൻ ഓർക്കുകയാണ്. ആ ക്രിസ്റ്റൽ ഗ്രൂപ്പിൻ്റെ തകർച്ചയ്ക്ക് കാരണം ഈ കോൺഫിഡൻറ്റ് ഗ്രൂപ്പാണ് എന്ന്, അല്ലെങ്കിൽ റോയി ആണ് എന്ന് അക്കാലം മുതലേ കേട്ടിരുന്നു. റോയിയും ക്രിസ്റ്റൽ ഗ്രൂപ്പിന് ഉടമസ്ഥരായ കൃഷ്ണൻ നമ്പൂതിരിയും അദ്ദേഹത്തിൻ്റെ ഭാര്യ ലതാ നമ്പൂതിരിയും ഒക്കെ ഒന്നിച്ച് പ്രവർത്തിച്ചിരുന്നവരാണ്. കൃഷ്ണൻ നമ്പൂതിരിയും ഈ റോയിയും ആദ്യം ഒരിക്കൽ ഗൾഫിൽ ഒരു കമ്പനിയിൽ, കൊല്ലംകാരനായ ഒരാളുടെ ഒരു കമ്പനിയിൽ ജോലിക്കാരായിരുന്നു. അതിനുശേഷമാണ് ലതാ നമ്പൂതിരി, സ്വന്തമായിട്ട് കുടുംബസ്വത്തുള്ള ലതാ നമ്പൂതിരി ഒരു ബിൽഡറായി മാറുകയും ക്രിസ്റ്റൽ ഗ്രൂപ്പ് എന്ന ഒരു ഗ്രൂപ്പ് തുടങ്ങുകയും ഒട്ടേറെ ഫ്ലാറ്റുകൾ അവർ നിർമ്മിച്ച് ഒരുവിധം നന്നായി പോകുന്ന സമയത്താണ് റോയിയെ അതിൻ്റെ പ്രോജക്റ്റ് മാനേജറായി നിയമിക്കുന്നത്. പിന്നീട് കാണുന്നത് റോയി അതിൻ്റെ ഒരു ഡയറക്ടറായിട്ട് മാറുന്നു. അതിനുശേഷം കാണുന്നത് റോയി അതിൻ്റെ ഒരു ഭാഗം അടർത്തിയെടുത്തുകൊണ്ട് അവിടുന്ന് മാറുന്നു. ഏതായാലും ഏറെക്കുറെ ആ സമയത്താണ് ക്രിസ്റ്റൽ ഗ്രൂപ്പ് തകരുന്നതും ഒട്ടേറെ ക്രിസ്റ്റൽ ഗ്രൂപ്പിൽ കാശ് മുടക്കിയ, ഫ്ലാറ്റുകൾക്കായി കാശ് മുടക്കിയ ഒട്ടേറെ പേരെ, എനിക്കിത് വ്യക്തിപരമായിട്ട് തന്നെ അറിയാവുന്ന പലരും ഉണ്ട് കാര്യത്തിൽ, ഒട്ടേറെ പേരെ വെള്ളത്തിലായിട്ടുണ്ട്. അവരിൽ പലരും പിന്നീട് ആ നിക്ഷേപകരെല്ലാം പലയിടത്തു നിന്നും കടമെടുത്ത് പണം സ്വരൂപിച്ചാണ് ആ ഫ്ലാറ്റുകൾ പൂർത്തിയാക്കുക. അത് ഇന്നും കഴക്കൂട്ടത്തുള്ള ക്രിസ്റ്റൽ ഗ്രൂപ്പിൽ താമസിക്കുന്ന 100 കണക്കിന് ഫ്ലാറ്റ് ഉടമകൾക്ക് അവരുടെ TC പോലും കിട്ടിയിട്ടില്ല. അപ്പോൾ അങ്ങനെ 100 കണക്കിന് ആളുകൾ വഴിയാധാരമാക്കപ്പെട്ട, അല്ല അവരുടെ പണം ചോർത്തപ്പെട്ട അത്തരത്തിലുള്ള ഒരു ദുരന്തത്തിന് ഈ CJ റോയിക്ക് ഉത്തരവാദിത്തമുണ്ടോ എന്നുള്ളത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളും ഇനി അന്വേഷിക്കേണ്ടതായിട്ടുണ്ട്. എന്തായാലും റോയിയുടെ മരണത്തിന് കാരണമെന്ത്? എന്തിനാണ് റോയി ആത്മഹത്യ ചെയ്തത്? ഇതിൻ്റെ പിന്നിൽ ഇൻകം ടാക്സുകാരുടെ സമ്മർദ്ദമാണോ? അതോ ED വരുമെന്നുള്ള ഭീതിയാണോ? അതോ പലരും ആരോപിക്കുന്ന പോലെ അദ്ദേഹത്തിൻ്റെ ക്യാബിനുള്ളിൽ എന്തോ രഹസ്യ അറയുണ്ടോ? ആ രഹസ്യ അറയ്ക്കുള്ളിൽ പുറത്തു വരാൻ പാടില്ലാത്ത എന്തെങ്കിലും രഹസ്യങ്ങളുണ്ടോ? ഇത്തരം കാര്യങ്ങൾക്കൊക്കെ ഇനിയുള്ള അന്വേഷണത്തിൽ വ്യക്തമാകേണ്ടതാണ്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ഒന്നുമില്ലായ്മയിൽ നിന്ന് ഒരാൾ സമ്പന്നനാവുന്നു. നമുക്കറിയാം, തിരുവനന്തപുരത്ത് തന്നെ ഒട്ടേറെ ബിൽഡേഴ്സ് ഉണ്ട്. 30-40 വർഷമായിട്ട് ഫ്ലാറ്റുകൾ നിർമ്മിക്കുന്ന ആളുകളുണ്ട്. പലർക്കും ഇപ്പോഴും സ്വന്തമായിട്ട് റോൾസ് റോയ്സ് കാറില്ല. പലരും അത്ര വലിയ ആഡംബര ജീവിതം നയിക്കുന്നവരല്ല. അപ്പോൾ നേരായ മാർഗത്തിലൂടെ ഇത്തരം നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നവർക്കൊന്നും ഒരു പരിധിക്കപ്പുറത്തേക്ക് വളരാൻ പറ്റില്ല. എന്നാൽ കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പ് വളരെ പെട്ടെന്നായിരുന്നു CJ റോയിയുടെ വളർച്ച. ആ വളർച്ചയ്ക്ക് പിന്നിൽ അന്ന് ആരും അതിനകത്തൊരു അസ്വാഭാവികത കാണില്ല. കാരണം അദ്ദേഹം എല്ലായിടത്തേക്കും പണം ഇങ്ങനെ വാരിക്കോരി എറിഞ്ഞുകൊണ്ടിരുന്നു. എല്ലാത്തിൻ്റെയും സ്പോൺസർമാരായിരുന്നു, സിനിമാ നിർമ്മാതാവായിരുന്നു, സിനിമാക്കാരുടെ സുഹൃത്തായിരുന്നു, രാഷ്ട്രീയക്കാരുടെ സുഹൃത്തായിരുന്നു. എവിടെയും CJ റോയി ഒരു വലിയ ഫ്ലാംബോയൻ്റായി, അല്ലെങ്കിൽ അദ്ദേഹം തന്നെ നിർമ്മിച്ച കാസിനോവ എന്ന സിനിമയിലെ നായകനെ പോലെ അങ്ങനെ പറന്നു നടന്നൊരു വ്യക്തിയാണ്. ഇപ്പോഴിതാ അദ്ദേഹം സ്വയം തോക്കുകൊണ്ട് ആത്മഹത്യ ചെയ്തിരിക്കുന്നു. അതോ ഇനി പലരും ആരോപിക്കുന്ന പോലെ ആരെങ്കിലും അദ്ദേഹത്തെ വെടിവെച്ച് കൊന്നതാണോ? എന്തായാലും 4 ദിവസം മാത്രമേ അദ്ദേഹത്തിൻ്റെ ആത്മഹത്യ കഴിഞ്ഞ ശേഷം കടന്നു പോയിട്ടുള്ളൂ. ഇനി നമുക്ക് ഇതിൻ്റെ രഹസ്യങ്ങളുടെ ചുരുളഴിയേണ്ടതുണ്ട്. കാരണം ഇന്ത്യയിലെ ഒരു വ്യവസായിയും പീഡനത്തിൻ്റെയോ സമ്മർദ്ദത്തിൻ്റെയോ പേരിൽ ആത്മഹത്യ ചെയ്യാൻ പാടില്ല. പണമുണ്ടാക്കുന്ന ഒരു തെറ്റല്ല.
പണം ന്യായമായ രീതിയിൽ ഉണ്ടാക്കുന്നതിനെ ആരും വിമർശിക്കുന്നുമില്ല. പക്ഷേ അന്യായമായ രീതിയിൽ, അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ സുരക്ഷിതത്വയ്ക്ക് യോജിക്കാത്ത തരത്തിൽ, അല്ലെങ്കിൽ കള്ളപ്പണം വെളുപ്പിക്കുന്ന തരത്തിൽ ആരെങ്കിലും പണമുണ്ടാക്കി പെട്ടെന്ന് പണക്കാരനാകുകയാണെങ്കിൽ, ആ പണത്തിൻ്റെ ധാരാളിത്തം കൊണ്ട് ആളുകളുടെ കണ്ണ് മഞ്ഞളിപ്പിക്കുകയാണെങ്കിൽ അതിനെ നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല. എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം.